കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും ഭീതി പടർത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷണ സംഘം. കുറുവാ സംഘത്തിലെ പ്രധാനിയുമായ സന്തോഷ് ചെലവനെ പിടികൂടിയെങ്കിലും മറ്റ് സംഘാംഗങ്ങളെ പിടികൂടാനാകാത്തതിൽ ജനങ്ങൾ ഭീതിയിലാണ്. സന്തോഷ് ചെലവനെ ചോദ്യം ചെയ്തെങ്കിലും കൂട്ടാളികളെക്കുറിച്ച് ഇയാൾ വെളിപ്പെടുത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. മോഷണത്തിൽ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർക്കായി അന്വേഷണ സംഘം തമിഴ്നാട്ടിലടക്കം തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കസ്റ്റഡിയിൽ ലഭിച്ച സന്തോഷ് ചെൽവനെ ദിവസങ്ങൾ ചോദ്യം ചെയ്തിട്ടും ഇയാളിൽ നിന്ന് പോലീസിന് കാര്യമായ പ്രയോജനം ലഭിച്ചില്ല. ഇതോടെ മറ്റു മാർഗങ്ങളിലൂടെ ഇയാളുടെ സംഘാംഗങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. തമിഴ്നാട് തേനി കാമാച്ചിപുരം ചന്ദനമാരിയമ്മൻ കോവിൽ തെരുവിൽ സന്തോഷ് ചെൽവൻ 25 വയസ്സിനുള്ളിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായി 30-ലേറെ കേസുകളിൽ പ്രതിയാണ്. ആലപ്പുഴയിൽ നടത്തിയ മോഷണങ്ങളിൽ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർക്കായി തമിഴ്നാട്ടിലടക്കം അന്വേഷണ സംഘം തെരച്ചിൽ വ്യാപിപ്പിച്ചു. സന്തോഷ് ചെൽവനൊപ്പം മോഷണത്തിനിറങ്ങുന്ന ചിലരെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലയിലും പരിശോധന നടത്തി. തമിഴ്നാട്ടിലേക്ക് കുറുവാ സംഘം തിരിച്ചുപോകാൻ സാധ്യതയില്ലെന്നാണ് പോലീസ് പറയുന്നത്. എങ്കിലും തമിഴ്നാട് പോലീസിനും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ മോഷ്ടാക്കളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളും തെളിവുകളും പോലീസിന് ലഭിച്ചതായാണ് സൂചന. സുരക്ഷാ കാരണത്താൽ പ്രതിയെ കൂടാതെയാണ് അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് പോയത്. സന്തോഷ് ചെൽവന്റെ വീട്ടിലും നാട്ടിലും അവിടുത്തെ പോലീസിന്റെ സഹായത്തോടെ തിരച്ചിൽ നടത്തി. എന്നാൽ സംഘത്തിൽ ഉൾപ്പെട്ടവർ എല്ലാവരും നാട്ടിൽ നിന്ന് കടന്നു കളഞ്ഞതായാണ് വിവരം. കേരളവും തമിഴ്നാടും കടന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി കുറുവാ സംഘം പോകാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും പോലീസ് പറയുന്നു. കസ്റ്റഡിയിലായിരുന്ന സന്തോഷ് ചെൽവനെ തെളിവെടുപ്പിന് ശേഷം തിരികെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, ആലപ്പുഴ.